ഞാനടങ്ങുന്ന KMM സ്കൂളിൻ്റെ രണ്ടാമത്തെ ബാച്ച് +2 കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്തു വരുന്നത്. തൊട്ട് പിറ്റത്തെ വർഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്ന മിൻഹാസ്, നൗഫൽ അടങ്ങുന്ന ആ ടീമും പിന്നെ എൻ്റെ സഹപാഠികളായ നിസാർ, ഷക്കീർ തുടങ്ങിയ ആളുകളും കൂടിയിട്ട് KMM സ്കൂളിലൊരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടോന്ന് അറിയില്ല, ഒരു വർഷം മാത്രമേ ആ സംഘടന നിലനിർത്താൻ സാധിച്ചുള്ളൂ. തൊട്ട് ആ വർഷം തന്നെ KMMലെ ആർട്സ് ഡേക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുടെ ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ബാനർ സ്കൂളിൽ എഴുതി കെട്ടിയിരുന്നു. പക്ഷേ ആ ഒരു വർഷത്തോടു കൂടി തന്നെ അത് അവസാനിപ്പിക്കേണ്ടതായി വന്നു. പിന്നീട് പലപ്പോഴും പല അവസരങ്ങളിൽ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോഴൊക്കെ തന്നെ സ്കൂളിനെ കുറിച്ചുള്ള പല ഓർമ്മകളും പങ്കുവെക്കും. പിന്നെ സ്കൂളുമായിട്ടുള്ള ബന്ധം തന്നെ അറ്റുപോയി. വാസ്തവത്തിൽ ഞങ്ങളുടെ അതേ ബാച്ചിലെ തന്നെ നിസാർ വീണ്ടും ആ സ്കൂളിൻ്റെ ചെയർമാനായിട്ട് 3 വർഷക്കാലം പ്രവർത്തിച്ചു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ആ സമയത്ത് നിസാറിനെ കാണാൻ വേണ്ടി 1-2 തവണ അതേ സ്കൂളിൽ പോയപ്പോൾ പഴയ അധ്യാപകർ ആരും തന്നെ ഇല്ല. ആകെ വസന്തകുമാരി മാഡം ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ക്ലാസ്സിലായതുകൊണ്ട് കാണാൻ സാധിക്കുകയും ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള 1-2 സന്ദർഭങ്ങളിൽ മാത്രമാണ് സ്കൂളിൽ പിൽക്കാലത്ത് പോകാൻ സാധിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു സംഘടനാ പ്രവർത്തനം നമ്മൾ സ്കൂളിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇവിടെ ഈ UAEയിലെങ്കിലും അങ്ങനെ ഒന്ന് ഒത്തുകൂടാനും ദീർഘകാലമായിട്ട് ഞാൻ ഓർക്കുന്ന ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം പോലും കണ്ടുമുട്ടിയ പല പഴയ സുഹൃത്തുക്കളെയും ഇവിടെ കാണാൻ സാധിച്ചപ്പോൾ അന്നത്തെ ആ ഒരു കുട്ടിക്കാലം തിരിച്ചു കിട്ടിയതുപോലുള്ള ഒരു ആഹ്ലാദം മനസ്സിൽ ഇങ്ങനെ വന്നു പോവുകയാണ്. ഒരുപാട് ആളുകളെ പേരെടുത്ത് പറയാൻ ഈ അവസരത്തിൽ സാധിക്കില്ല എങ്കിൽ പോലും എൻ്റെ മുന്നിൽ ഇപ്പോഴെൻ്റെ കണ്ണിൽ കാണുന്ന ഒരുപാട് ആളുകൾ വളരെ ദൂരം നിന്ന് അങ്ങേറ്റം കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള പഴയ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഇപ്പോഴും അവിടെ ഇവിടെ മാറി നിന്നുകൊണ്ട് പണ്ട് ചെയ്ത കുസൃതി തരങ്ങളെ കുറിച്ചിട്ട് ഓർത്തു പോവുകയാണ്. ഈ സന്ദർഭത്തിൽ പഴയ കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ മനസ്സിൽ ഓർമ്മയുള്ള 1-2 സംഭവങ്ങൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻസിഡൻസ് ആയിരുന്നു. എന്നിരുന്നാലും പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതോ അന്ന് 9th-ലാണോ 10th-ലാണോ +1 ആണോ എന്നുള്ളത് ഓർക്കുന്നില്ല എങ്കിൽ പോലും ഒരു ആർട്സ് ഡേക്ക്, അന്ന് ആർട്സ് ഡേ സ്പോർട്സ് മീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഹൗസ് ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫസ്റ്റ് ബാച്ചിലെ ആരെങ്കിലും അല്ലെങ്കിൽ സെക്കൻഡ് ബാച്ചിലെ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഹൗസ് ക്യാപ്റ്റന്മാരായി മാറുക. പലപ്പോഴും ഒരു 3-4 തവണ ഹൗസ് ക്യാപ്റ്റനായിട്ട് മാറിയിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള 2-3 മാസക്കാലം ക്ലാസ് പോലും മര്യാദക്ക് അറ്റൻഡ് ചെയ്യാറില്ല. ഹൗസ് ക്യാപ്റ്റൻസിന് എപ്പോഴും ഫസ്റ്റ് പീരീഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, പിന്നെ പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യമാണ്. അന്നൊരു ലിസ്റ്റ് എഴുതിണ്ടാക്കി എല്ലാ ക്ലാസ്സിലും ചെന്ന് സാറന്മാരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ ഹൗസിലെ ആളുകളെ പുറത്തിറക്കുക, അവരെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് പ്രാക്ടീസ് കൊടുക്കുക, സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കുക. പിന്നെ ആർട്സ് ഡേയുടെ ഒരു 1-1.5 മാസം മുന്നേ തന്നെ തുടങ്ങും റിഹേഴ്സൽ. പിന്നെ ക്ലാസ്സും ഇല്ല, വീടും ഇല്ല. രാത്രി ഒരു 2 മണി 3 മണി വരെ റിഹേഴ്സൽ കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ പോയി, കാലത്ത് വീട്ടിൽ പോയാൽ വീണ്ടും 8 മണിയാകുമ്പോൾ തിരിച്ചു വരിക. അങ്ങനെയുള്ള ഒരു അതിൽ മാത്രം പഠനത്തേക്കാൾ കൂടുതൽ ഞാൻ ഓർക്കുന്നത് എന്നെപ്പോലുള്ള പല ആളുകളും പഠനത്തേക്കാൾ കൂടുതൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അക്കാലത്ത് ശ്രദ്ധിച്ചിരുന്നത്. പക്ഷെ അതൊക്കെ പിന്നീട് അനുഭവിച്ചു, അത് വേറെ കാര്യം. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഇവിടെ പങ്കുവെക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിൽ പോലും ഒരു വർഷത്തെ ആനുവൽ ഡേക്ക് നാടകത്തിന് ഞങ്ങളുടെ ടീമിന് അനുവദിച്ച സമയത്തിനേക്കാൾ 5 മിനിറ്റ് മുന്നേ ഒരു അധ്യാപിക മറ്റൊരു ടീമിൻ്റെ പാർഷ്യാലിറ്റി കാണിച്ചുകൊണ്ട് കർട്ടൻ ഇട്ടെന്നും പറഞ്ഞിട്ട് വലിയൊരു പ്രശ്നങ്ങളുണ്ടായി. അത് ഞാൻ ഓർക്കുന്നത് ഒരു വൈകുന്നേരം ഒരു 6:30 സമയത്ത്, അതായത് ക്ലോസിംഗ് സെറമണിയുടെ തൊട്ട് മുന്നേ ആയിരുന്നു ഡ്രാമ കോമ്പറ്റീഷൻ. ആ സമയത്ത് നമ്മളുടെ സ്കൂളിൻ്റെ കിണറിൻ്റെ അവിടെയാണ് സ്റ്റേജ്, ഞാൻ വ്യക്തമായി ഓർക്കുന്നുണ്ട്. ഗ്രൗണ്ടിൻ്റെ അങ്ങേ അറ്റം വരെ പന്തലിട്ടുകൊണ്ട് മുഴുവൻ ഓഡിയൻസ്, അതായത് പേരൻസ് അടങ്ങുന്ന മുഴുവൻ ആളുകളും തിങ്ങി നിറഞ്ഞ ഒരു സദസ്സിൽ പെട്ടെന്ന് കർട്ടനിട്ടപ്പോൾ എന്തോന്നില്ലാതെ ഒരു വിദ്യാർത്ഥിയാണ് എന്നത് പോലും മറന്നുകൊണ്ട്, അന്ന് സക്കീർ സാറും ഹിന്ദി എടുത്തിരുന്ന മോഹൻദാസ് സാറുമാണ് അന്ന് എല്ലാ കാര്യങ്ങളുടെയും ലീഡർഷിപ്പിൽ അന്നുണ്ടായിരുന്നത്. അവരുമായിട്ട് വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും പരിസരം പോലും മറന്നുകൊണ്ട് മോഹൻദാസ് സാറിൻ്റെ 2 കൈയും പിടിച്ചു വെച്ചുകൊണ്ട്
സംസാരിച്ച് വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് ഞാൻ നീങ്ങി എന്നുള്ളത് പിന്നീടാണ് ഞാൻ തന്നെ അറിയുന്നത്. അത് ഭയങ്കരമായിട്ട് അധ്യാപകരുടെ ഭാഗത്തു നിന്നൊക്കെ അപ്രീതി കരസ്ഥമാക്കേണ്ട ഒരു സംഭവമായി മാറി. പിറ്റേ ദിവസം കാലത്ത് സ്കൂളിൽ വന്നപ്പോൾ അന്ന് അസംബ്ലിയിൽ ന്യൂസ് റീഡ് ചെയ്യുന്നത് പോലെ തന്നെ കുറേ കോഡ്സ്, പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളെല്ലാം ബോർഡിൽ എഴുതി വെച്ചിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളിൽ. അന്ന് സക്കീർ സാറാണ് അത് എഴുതാനും നോട്ട് ചെയ്ത് കൊടുത്തത് എന്ന് പിന്നീട് ഞാൻ അറിയുകയുണ്ടായി. അതിലത്തെ ആദ്യത്തെ 2-4 വരികൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. എനിവൺ ക്യാൻ ബിക്കം ആംഗ്രി ഫോർ ദ റൈറ്റ് റീസൺ ടു ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ 3-4 വരികൾ. പിന്നീട് എന്തെല്ലാം ഉണ്ട് അത് മനസ്സിൽ ഓർക്കുന്നില്ല. അതിനുശേഷം ഞാൻ സക്കീർ സാറെ, മോഹൻദാസ് സാറിൻ്റെയൊക്കെ അടുത്ത് പോയിട്ട് എൻ്റെ കയ്യിൽ സംഭവിച്ച അബദ്ധത്തിന് ഞാൻ തെറ്റ് പറയുകയും അപ്പോഴും അവർ കുറേ ശകാരിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യണ സമയത്ത് ഓർക്കണം, പിന്നീട് വന്നിട്ട് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ വേദന ഉണ്ടായ ഒരു കാര്യമാണ്. പക്ഷേ അതൊന്നും ജീവിതത്തിൽ പിൽക്കാലത്ത് അതൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. അതിനേക്കാൾ കൂടുതൽ സ്നേഹബന്ധത്തോട് കൂടിയിട്ട് വീണ്ടും 2-3 വർഷം സ്കൂളിൽ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് മനസ്സിൽ ഓർമ്മ വന്ന ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അവിടുന്ന് ഒരു വർഷം 10th പഠിക്കുമ്പോഴാണ് തോന്നുന്നു ആനുവൽ ഡേ രാത്രിയിൽ മാത്രം നടത്തണം എന്ന് പറഞ്ഞിട്ട് സ്കൂളിലെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഒരു സ്ട്രൈക്കിൽ ഏർപ്പെട്ടു. അപ്പോൾ പകലേ നടത്താൻ പറ്റുള്ളൂ എന്ന് മാനേജ്മെൻറ്റും ടീച്ചേഴ്സും അടങ്ങുന്ന സമിതി തീരുമാനമെടുത്തിരുന്നു. അന്നും ഇപ്പോൾ ഈ വേദിയിലുള്ള സാലി, മിൻഹാസ്, നൗഫിൽ എത്തിയിട്ടില്ല എന്നുള്ള ആളുകളൊക്കെ വളരെ ശക്തമായി രാത്രി തന്നെ വേണമെന്ന് വാശി പിടിച്ച് അവസാനം സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള റിക്വസ്റ്റ് വെച്ചിട്ട് റസാഖ് ഉണ്ടായിരുന്നു അന്ന്. റസാഖിൻ്റെ അസാന്നിധ്യം ഈ വേദിയിലുണ്ട്. റസാഖ്, ഞാനും അടങ്ങുന്ന 2-4 ആളുകൾ രാത്രി നടത്തുന്ന തീരുമാനത്തോട് യോജിക്കുകയും സ്കൂളിലെ 95% വരുന്ന വിദ്യാർത്ഥികൾക്കും എതിരായിക്കൊണ്ട് ഞങ്ങളൊരു കുറുമുന്നണി രൂപം കൊടുത്ത് പകൽ നടത്തുന്ന ആ ആനുവൽ ഡേയുമായി സഹകരിക്കാൻ തീരുമാനിച്ചു. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എല്ലാ ആളുകളും വ്യക്തിബന്ധം പോലും മറന്നുകൊണ്ട് പരസ്പരം മിണ്ടാത്തൊരവസ്ഥയിലെത്തി. അന്ന് SLCയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആനുവൽ ഡേയിൽ പരിപാടികൾ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിട്ട് പോലും അന്നത്തെ പ്രിൻസിപ്പാൾ സെയ്ദ് കുദ്റത്തുള്ള ബാക്കവി തങ്ങൾ എന്ന് പറയുന്ന ഒരു സാറായിരുന്നു അന്ന്, മലയാളി അല്ലാത്തൊരു സാറ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു തീരുമാനം സ്കൂളിലുണ്ട്, പക്ഷേ ഇത്തരത്തിലുള്ളൊരു അവസരത്തിൽ ആ തീരുമാനം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിൻവലിക്കുകയാണ്. പഠനത്തെ ബാധിക്കരുത്, പക്ഷേ ആനുവൽ ഡേ വിജയിപ്പിക്കണം, അങ്ങനെ ഞങ്ങളെ മാനം കാക്കണം എന്ന് പറഞ്ഞൊരു സന്ദർഭം. അപ്പോൾ എന്ത് തീരുമാനം ആവശ്യം വരുമ്പോൾ പിൻവലിക്കാൻ പറ്റുമെന്നുള്ളത് പ്രിൻസിപ്പാൾ തന്നെ നമ്മുടെ അടുത്ത് നേരിട്ട് വിളിച്ച് ബോധ്യപ്പെടുത്തുന്ന വളരെ രസകരമായ 1-2 അനുഭവങ്ങൾ അക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് 2 വർഷക്കാലം കൂടി അവിടെ പഠിച്ചു. +2 94 +2 കഴിഞ്ഞു, തിരിച്ചു പോന്നു. പിന്നീട് സ്കൂളിൻ്റെ പഴയ ഓർമ്മകളും പഴയ കൂട്ടുകാരെയും പലവരായിട്ടും വർഷങ്ങളായിട്ട് ബന്ധങ്ങളില്ല. പിന്നെ വളരെ അപൂർവം കുറച്ച് ആളുകൾ മാത്രം തുടരെ ബന്ധം നിലനിർത്തി പോരുന്നുണ്ട്. പിന്നെ പല വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്. പക്ഷെ അത് മുഴുവൻ വിവരിക്കണമെങ്കിൽ ഷാജി ബ്ലോഗിൽ എഴുതിയ പോലെ അത്ര തൊലിക്കട്ടിക്കില്ല. കാരണം ഷാജി ബ്ലോഗിൽ എഴുതിയതൊക്കെ നിങ്ങളെല്ലാവരും വായിച്ചു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഷാജി ഒന്നും കൂടി നേരിട്ട് വിവരിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം ഉണ്ടാവും. കാരണം അത് കേൾക്കാൻ, അത് വിവരിക്കാൻ കൂടി സാധിക്കണം. എനിക്കൊന്നും അത്ര തന്നെ സാഹിത്യം കലർത്തിയിട്ട് അത്തരത്തിലുള്ള അനുഭവങ്ങൾ വിവരിക്കാനുള്ള ശേഷിയില്ല, അതിനുള്ള അറിവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടേതായ നല്ല അനുഭവങ്ങൾ, നല്ല ഓർമ്മകൾ ഇവിടെ പങ്കുവെക്കുമെന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ളൊരു ഉദ്യമത്തിന് മുതിർന്ന റസലിനെയും കൂട്ടുകാരെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് എനിക്ക് 2 വാക്ക് സംസാരിക്കാൻ ഇവിടെ അവസരം തന്ന എൻ്റെ സുഹൃത്തുക്കളായ സംഘാടക സമിതിയോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്